ക്ഷമ യദുവിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് CPM ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ യദുവിനെ പ്രതിരോധത്തിലാക്കിയത് ഞാൻ മനസ്സിലാക്കുന്നത് നടി റോഷ്നയാണ്. അങ്ങനെ ഒരു നടി ഉണ്ട് എന്ന് പോലും കേരളീയ സമൂഹം അറിഞ്ഞത് യദുവിനെതിരെ ആ നടി ഒരു ആരോപണവുമായി രംഗത്തെത്തിയപ്പോഴാണ്. ആ ആരോപണത്തിനെതിരെ അവർ കേസ് കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കേസ് കൊടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പല തത്വചിന്തകളുമൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ആ നടിയുടെ അവസ്ഥ അറിയണമെങ്കിൽ പരിതാപകരമാണെന്നാണ് നടി തന്നെ പറയുന്നത്. ആ നടി പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ അതിഭീകരമായിട്ടുള്ള സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നില്ലാത്ത സൈബർ ആക്രമണം ഞാൻ നേരിടുകയാണ്. എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നു, എൻ്റെ വീട്ടുകാരെ പറയുന്നു. പക്ഷേ ഇതാരാണിത് നടത്തുന്നത് എന്ന് എനിക്ക് യാതൊരുവിധ പിടിയുമില്ല എന്നൊക്കെയാണ് ഈ നടി പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ യദുവിനെതിരെ ഞാൻ കേസ് കൊടുക്കുകയാണെങ്കിൽ എന്നെ ഈ സൈബർ അറ്റാക്ക് നടത്തുന്ന ആൾക്കാർക്കെതിരെ ഞാൻ കേസ് കൊടുക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നടി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒഫൻസീവായിട്ടുള്ള ചില വാക്കുകൾ നടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് യൂട്യൂബ് ചാനലുകളിൽ എൻ്റെ വാർത്തകൾ ഇട്ട് അത് ബൂസ്റ്റ് ചെയ്യുന്ന അലവലാദികൾ എന്നൊക്കെ പറയുന്നുണ്ട് ആ നടി. സത്യം പറഞ്ഞാൽ ഈ നടിക്ക് എന്താണ് സംഭവിക്കുന്നത്? ആരാണ് അവരെ സൈബർ അറ്റാക്ക് നടത്തുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ യദുവിന് ഫാൻസ് അസോസിയേഷൻ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അയാൾ ഒരു സാധാരണ എംപാനൽ ജീവനക്കാരനാണ്, ഒരു പാവം മനുഷ്യനാണ്. യദു CPMൻ്റെ മുന്നിൽ ഒന്നുമല്ല. പറയുകയാണെങ്കിൽ ഈ നടി എന്ന് പറയുന്ന സമൂഹത്തിൽ വളരെയധികം പ്രിവിലേജോടുകൂടി ജീവിക്കുന്ന ഈ നടി എന്ന് അവകാശപ്പെടുന്ന ഇവരുടെ മുമ്പിൽ പോലും യദു ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ ആരാ ഈ നടിയെ ഇത്തരത്തിൽ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്? ഈ നടി ഏത് പടത്തിലുണ്ട്? എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് അറിഞ്ഞുകൊണ്ടെന്താ ഞാനേ ഇവർ ഏത് സിനിമയിലുണ്ടെങ്കിൽ ആലോചിച്ചു. അത് ഈ നടിയുടെ വാർത്തകൾ ഞാൻ 2-3 ചെയ്തിരുന്നു. 2-3 ചെയ്തപ്പോൾ യദുവുമായി ബന്ധപ്പെട്ട് ഇവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണല്ലോ ഇത് പുറത്തു വരുന്നത്. ആ വാർത്തയിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഇവർ പറയുന്നു ഒരാൾക്ക് മാത്രം പോകാനുള്ള വഴിയാണ് ഉള്ളതെന്ന് പറയുന്നു. പിന്നെ ഇവർ പറയുന്നു KSRTC ബസ് എന്നെ ഓവർടേക്ക് ചെയ്തു. അപ്പം ഞാൻ ചോദിക്കുന്നു, ഈ ഒരാൾക്ക് പോകാനുള്ള വഴിയിൽ എങ്ങനെയാണ് KSRTC ബസ് ഓവർടേക്ക് ചെയ്യുന്നത്? സൂപ്പർ ഫാസ്റ്റ് ഓവർടേക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ KSRTC ഡ്രൈവർമാരെ മുഴുവൻ ഇവർ ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വിമർശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഡ്രൈവർമാരൊക്കെ ഇങ്ങനെയാണ്. ആ പോസ്റ്റ് ഞാൻ കൃത്യമായിട്ട് വായിച്ച് ആ സമയത്ത് ഞാൻ വിമർശിച്ച ഒരാളാണ്. അപ്പോൾ അത് വിമർശിച്ച സമയത്ത് എനിക്ക് പല കോളുകൾ വന്നു. അതിലൊരു കോള് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് അസോസിയേഷനിലുള്ള ഒരാളുടെ കോളായിരുന്നു. പുള്ളിക്കാരൻ എന്നെ വിളിച്ച് പറയുന്നത് വൈറലാകാനുള്ള വളരെയധികം ആഗ്രഹം ഇവരുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. പല സിനിമകളും ചെയ്തു നോക്കി, പക്ഷേ ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഇടയ്ക്കൊരു വീഡിയോയും അവരുടെ പുറത്ത് വന്നിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ വൈറലാവാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ഈ സമൂഹത്തിൽ ഇങ്ങനെ വലിയ കത്തി നിൽക്കുന്ന നിഷ്പക്ഷ വിഷയങ്ങളൊക്കെ വരുമല്ലോ. ഉദാഹരണമാണ് നമ്മുടെ ആലുവയിൽ ഒരു പെൺകുട്ടി അതിക്രൂരമായി മരണപ്പെടുന്നു. എൻ്റെ അറിവ് അസഫ കാലമാണെന്ന് തോന്നുന്നു. അസഫ കാലം എന്ന് പറയുന്ന ഒരാളെയാണ് പിടിച്ചത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച് വേസ്റ്റ് പൂഞ്ഞയിലിടുന്നു. അസഫ കാലത്തിനെ പിടിക്കുന്നു. ആ സമയത്ത് ആ പെൺകുട്ടിയുടെ കർമ്മം ചെയ്യാനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞാൽ രേവന്ത് ബാബു എന്ന് പറഞ്ഞ ഒരാൾ ഓവർനൈറ്റിൽ സൂപ്പർ സ്റ്റാർ ആവാനായിട്ട് വന്നിരുന്നു. ആലുവയിൽ രേവന്ത് ബാബു എന്ന് പറഞ്ഞ ഒരാൾ വന്നിരുന്നു. അയാൾ വന്നിട്ട് അയാളുടെ ആദ്യത്തെ വാദം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ കർമ്മം ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞത്രേ. അപ്പം മലയാള സമൂഹം അയാളെ വലിയ രീതിയിൽ ആഘോഷിച്ചു. കാരണം എന്നും ബ്രാഹ്മണ്യത്തിനെതിരെയാണല്ലോ നമ്മുടെ മലയാള സമൂഹത്തിൻ്റെ ഒരു ഇത്. എന്തുകൊണ്ട് വരുന്നില്ല ഈ കുട്ടിക്ക്, എന്തുകൊണ്ട് കർമ്മം ചെയ്യാൻ? അതുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യാൻ. പിറ്റേ ദിവസം അത് പൊളിഞ്ഞു പോയി. കാരണം പിറ്റേ ദിവസം പറയുന്നു കൊച്ചുകുട്ടിക്ക് കർമ്മം ചെയ്യേണ്ട ആവശ്യം എന്താ, എന്തിന് കർമ്മം ചെയ്യണം എന്നുള്ള ചോദ്യം വന്നപ്പോൾ അയാൾ തന്നെ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തുന്ന ഒരു കാഴ്ച. പക്ഷേ ഓവർനൈറ്റിൽ ഇയാളെ നാട്ടുകാർ മൊത്തം അറിഞ്ഞു. ഇതിനു മുമ്പ് ഇയാൾ പല രീതിയിൽ ഫേമസ് ആവാനായിട്ട് പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അരിക്കൊമ്പൻ വിഷയത്തിലൊക്കെ കോപ്രായം കാട്ടിക്കൂട്ടിയത് കുറെ മനുഷ്യരുണ്ട്. ഈ അരിക്കൊമ്പൻ വിഷയത്തിൽ ഇടപെടുക, അങ്ങനെ പല ഈ എന്താ പറയാ ഒരു പ്രത്യേകമായ ആൾക്കാർ ശ്രദ്ധിക്കുന്ന വിഷയങ്ങളിൽ പോയി തലവെച്ച് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വേറെ കാര്യങ്ങൾ പറയുക, പിന്നെ ഇരവാദം പറയുക, എന്നെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കുക. ഇതെല്ലാം ഇവർക്ക് ഫേമസ് ആവാനുള്ള പരിപാടിയാണ്. ഇവിടെ വന്നിട്ട് മറ്റേന്തോ സത്യഭാമ വിഷയത്തിൽ സത്യഭാമ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് സത്യഭാമയ്ക്ക് എല്ലാവരും ആളിക്കത്തി. ഇവിടെ ആളിക്കത്തി എല്ലാവരും മറ്റേ സത്യഭാമയ്ക്കെതിരെ മറ്റേ ഇത് തേങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനി ഈ നിറത്തിന്റെ പ്രശ്നം, പിന്നെ ഇരുണ്ട നിറമുള്ള എത്ര റീഡേഴ്സ് ഉണ്ട് ഇവിടെ? എത്ര പേരെ വാർത്ത വായിക്കാൻ അനുവദിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ? എനിക്ക് അവസരം തന്നിട്ടില്ല കേട്ടോ, നിറം കാരണം. എന്നോട് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു, വാർത്ത വായിക്കട്ടെന്ന് പറഞ്ഞു, വെയിലത്ത് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. റിപ്പോർട്ട് ചെയ്യാൻ അവസരം തട്ടേ കയറിയെന്നേ.
അല്ല, ഞാൻ ഈ ശ്യാം ഇത് പറഞ്ഞുകൊണ്ട് പറയണേ, ഇതിനകത്തെല്ലാം ഒരു ഇരട്ടത്താപ്പുണ്ട്. അതായത് സത്യഭാമയുടെ വിഷയത്തിൽ വരാം. സത്യഭാമയുടെ വിഷയത്തിൽ മലയാളികൾ സത്യഭാമ എന്തിനാണ് വിമർശിച്ചതെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഈ സത്യഭാമ എന്ന് പറയുന്ന ആള് RV രാമകൃഷ്ണനെ കറുത്ത നിറമുള്ളവൻ എന്ന് പറഞ്ഞ് വിമർശിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള CPM-കാര് RV രാമകൃഷ്ണനെ വിമർശിച്ചു. CPM-കാർ അവസരം കൊടുക്കാതെ ഇട്ടു. RV രാമകൃഷ്ണൻ ആത്മഹത്യ ശ്രമിച്ചത് എന്തുകൊണ്ടാ? RV രാമകൃഷ്ണൻ ആത്മഹത്യ ശ്രമിച്ചത് ഇവിടെ CPM-കാര് RV രാമകൃഷ്ണന് അവസരം കൊടുക്കാതെ, വേദിയിൽ അവസരം കൊടുക്കാതെ ഇറങ്ങി പോടാന്ന് പറഞ്ഞതുകൊണ്ടാണ് RV രാമകൃഷ്ണൻ CPM ആത്മഹത്യ ശ്രമിച്ചത്. ഇവർക്ക് ഇത് ചർച്ച ചെയ്യണം, അതാണ് ഇവരുടെ ഒരു പരിപാടി. പക്ഷെ സത്യഭാമ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇത് RV രാമകൃഷ്ണന് കലാമണ്ഡലത്തിൽ ഇത് കൊടുക്കാമെന്ന്. ഇവരിങ്ങനെയാണെന്നേ, ഇവരുടെ ഭാഗങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് മറ്റുള്ളത് എല്ലാത്തിനും ഇവരെന്ത് ചെയ്യുന്ന പറയാ തിരിച്ചു വെച്ചു കൊടുക്കും. തിരിച്ചു വെച്ചു കൊടുക്കും. ഇവരിപ്പോ എന്താ, അതായത് ഞാനിട്ട ബർമുഡ, നീ ഇട്ട വള്ളിക്കളസം. അതാണ് ഇവരുടെ പരിപാടി. ഇവിടുത്തെ മാധ്യമങ്ങളിലുണ്ട് ഈ രീതിയിലുള്ള പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, തട്ടേ കയറി ഞാൻ തട്ടേ കയറി പ്രോംപ്റ്റർ നോക്കി വായിക്കാൻ തുടങ്ങിയപ്പോ എന്നെ ഇറക്കി നിറം പ്രശ്നമാണെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടെന്ന് ഇവര്. അതുപോലെ തന്നെ ഈ യദുവിന്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഈ നടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സെയിം കോണ്ടെക്സ്റ്റ് ആണ്. സെയിം കോണ്ടെക്സ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നടി ആക്രമിക്കപ്പെടുന്നു. ഞാനൊരു സ്ത്രീയാണ്, എന്നെ ആക്രമിക്കുന്നത് ആരാണെന്ന് എനിക്കറിയില്ല. ശരി, സമ്മതിച്ചു. നിങ്ങൾ ഒരു സ്ത്രീ ഈ വിഷയം ഇപ്പൊ താഴെ പോയി. ഇപ്പൊ ഇവർക്ക് അറ്റൻഷൻ കുറഞ്ഞു. ഈ ദീപാ നിശാന്തൊക്കെ കാണിക്കുന്ന പരിപാടി അത്. ദീപാ നിശാന്തിനെ പോലുള്ളവർക്ക്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ശരി, നടി ആക്രമിക്കപ്പെടുന്നു. ഒരു പാവം, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, യദു എന്ന് പറഞ്ഞ അയാളെ കുറിച്ച് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് എന്താ അറിയോ? യദു സ്ത്രീകളെ കണ്ട സിബ്ബൂരു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സിബ്ബൂരു യദു ആംഗ്യം കാണിച്ചു എന്നുള്ളത് പറഞ്ഞു വരുത്തി. ശരി, യദു സിബ്ബൂരി യദു. ഇതാണ് CPM-കാര്. ഒരു ഭയങ്കര കഷ്ടമാണ് അയാളുടെ കാര്യം. ഈ വണ്ടി ഉണ്ടല്ലോ, അത്രയും ദൂരെ ഓടിച്ചുകൊണ്ട് വരികയാണ്. ഗ്ലാസ് ബോഡിയാണ്, സൂപ്പർ ഫാസ്റ്റ് ആണ്. ഗ്ലാസ് ബോഡിയാണ്. ഗ്ലാസ് ബോഡിയുടെ പ്രത്യേകത എന്താ അറിയാമോ? ചൂട്, ഭയങ്കരമായ ചൂടടിക്കും വണ്ടി, ഹീറ്റ് ആവും വണ്ടി. അതായത് ഒരു 1.5 മണിക്കൂറൊക്കെ കൂടുതൽ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വണ്ടി ഹീറ്റ് ആവും. നമുക്ക് ഈ സ്റ്റിയറിംഗിന്റെ അടിയിൽ നിന്ന് ചൂട് കയറി വരും. ഭയങ്കരമായി. ഞാൻ ഒരു ഡ്രൈവറാണ്, അതുകൊണ്ട് എനിക്കിത് നന്നായിട്ട് അറിയാം. അത്രയും ഓടിച്ചയാൾ ഇവിടെ വന്നു, അതിന്റെ ഇടയിലാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. എന്നിട്ട് പാവപ്പെട്ടവൻ എന്തുമാത്രം ദ്രോഹിക്കുന്നെന്ന് അറിയാമോ? പിന്നെ അവർ ഭീകരമായിട്ട് അയാളെ ആക്രമിക്കുകയാണ്. ഇപ്പം എന്താ പറയാ, അയാൾക്ക് ഈ മീഡിയയുടെ ഒക്കെ ഒരു അറ്റൻഷൻ അയാൾക്ക് കുറഞ്ഞു. ഇനിയിപ്പോ ഇയാളെ കൈകാര്യം ചെയ്യും. ഇവര് കൈകാര്യം ചെയ്യും. ഇവര് ടാർഗറ്റ് വെച്ചിരിക്കുകയാണെന്നേ, നോക്കി വെച്ചിട്ടുണ്ട്. CPM സംവിധാനം എന്താണ്? നോക്കി വെക്കും, പാർട്ടി നോക്കി വെക്കും. പാർട്ടി ഒരാളെ എടുക്കണമെന്ന് വിചാരിച്ചാൽ നോക്കി വെക്കും. DPA എത്ര കാലത്തിന് ശേഷം എടുത്തത്? TPA ഒരുപാട് കാലത്തിന് ശേഷം, പാർട്ടിക്ക് എതിരായി ഒരുപാട് കാലത്തിന് ശേഷം നോക്കി വെച്ചിട്ടാണ് TPA അവരെടുത്തത്. യദു അത്തരത്തില് വലിയ രീതിയിൽ CPM-നെ പ്രതിരോധത്തിലാക്കിയപ്പോൾ യദുവിനെ പ്രതിരോധത്തിലാക്കാൻ വന്ന ഒരു നടിയാണ് റോഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ റോഷനെ അസഭ്യ വർഷം നേരിടുന്നു എന്നുള്ളതാണ് വലിയ രീതിയിലുള്ളൊരു. നമ്മൾ റോഡ് ഇറങ്ങി വഴി നിൽക്കുന്ന ആരെങ്കിലും നോക്കിയിട്ട് കൊഞ്ഞണം കുത്തി കാണിച്ചു കഴിഞ്ഞാൽ അവനും ആ സ്വഭാവമാണെങ്കിൽ അവൻ തിരിച്ചും കൊഞ്ഞണം കുത്തി കാണിക്കത്തില്ലേ? ഞാൻ കൊഞ്ഞണം കുത്തി കാണിക്കുന്നു, അവനും അതുപോലെ കൊഞ്ഞണം കുത്തുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അവനും തിരിച്ചു കാണിക്കും. ഇത് അങ്ങോട്ട് കൊടുക്കുന്നില്ല, ഇങ്ങോട്ട് കിട്ടുന്നത്. അല്ല, എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഇടതുപക്ഷക്കാരുടെയൊക്കെ ഒരു സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണോ ഈ എന്നെ സ്ത്രീ ആണെങ്കിൽ എന്നെ നോക്കി ഇരവാദം? അതാണ് കറക്റ്റ്, ഇരവാദം അതാണോ? കാരണം ഈ റോഷനയുടെ കാര്യം പോട്ടെ, അതിനു മുമ്പ് നമ്മുടെ ശൈലജ ടീച്ചറുടെ പോർണോ വീഡിയോ വന്നു. ചുമ്മാ പറഞ്ഞുണ്ടാക്കുവാണെന്നേ, ചുമ്മാ പറഞ്ഞുണ്ടാക്കുക. ഇവരുടെ പരിപാടി എന്താ? ഈ വഴിയെ പോകുന്ന പട്ടിയുടെ വായിലുണ്ട് ഇത് വെച്ച് കുത്തുക, എന്നിട്ട് ഓടിക്കളയുക, എന്നിട്ട് പട്ടി അടിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് ഓടിക്കളയുക. ഇതൊക്കെയാണ് ഇവർ കാണിച്ചോണ്ടിരിക്കുന്ന പരിപാടി. അത് തന്നെ, വെറുതെ ഇരിക്കുന്ന പട്ടിയുടെ വായിൽ പോയിട്ട് ഇത് വെച്ച് കമ്പിട്ട് കുത്തും. അപ്പൊ പട്ടി എന്ത് ചെയ്യും? പട്ടി പ്രതികരിക്കാൻ തയ്യാറാവും, ഓടുക. ഏത് പട്ടി എന്നുള്ള വാക്ക് യദുവിനുള്ള ഉദ്ദേശമൊന്നുമല്ല, ഞാൻ പറഞ്ഞതാ, തമാശയായിട്ടുള്ള ഒരു സാധനത്തിന് ഉപയോഗിച്ചതാണ്. അല്ല, യദുവിനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അതാണല്ലോ ഇത്. യദുവിനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ യദുവിനെ തൊട്ടപ്പോൾ ഇവർക്ക് കൈപൊള്ളി. യദുവിന്റെ വീട്ടുകാരെ, നാട്ടുകാരെ, യദുവിന്റെ മക്കളെ, യദുവിന്റെ എന്തൊക്കെ അധിക്ഷേപങ്ങളാണ്. 1977 ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് യദു എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ യദുവിന്റെ അടുത്ത് ചോദിച്ചത്, താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം 90-ലാണ് ജനിച്ചത്. 77 പുള്ളിക്കെതിരെ കേസ്. പ്രായം മനസ്സിലായില്ല കേട്ടോ. എന്താ സംഭവം അറിയാമോ? ഇദ്ദേഹത്തിന്റെ തലയെല്ലാം നരച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു പച്ച മനുഷ്യനാണ്. ഞാൻ പുള്ളിയോട് ഓഫ് റെക്കോർഡായിട്ട് ചോദിച്ചു, എന്താ ഈ തല നരച്ചിരിക്കുന്നത്, ഡൈ ചെയ്യാത്ത എന്താന്ന് ചോദിച്ചു. പിന്നെ എടുത്ത് പറഞ്ഞു, ചാക്കോ മാഷിനെ ഇങ്ങനെ കണ്ടാൽ മതി ലോകം.
ചാക്കോമാഷ് ഇങ്ങനെ കണ്ടാൽ മതി പറഞ്ഞു. ചാക്കോമാഷ് ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ കണ്ടാൽ മതി ലോകം എന്ന് പറഞ്ഞു. അദ്ദേഹമാണെങ്കിൽ ഈ ഒന്ന് കളറൊക്കെ 90 ജനിച്ചതല്ലേ, ഇപ്പൊ എത്ര വയസ്സുണ്ടാവും? 34 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ പക്ഷേ എനിക്കൊന്ന് ടെൻഷനൊക്കെ കൊണ്ടായിരിക്കും കേട്ടോ. ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാനസിക സമ്മർദ്ദം കൂടുവാണെങ്കിൽ നമ്മുടെ തലയൊക്കെ നരയ്ക്കും. ഈ ഇരവാദം ഉന്നയിക്കാൻ വലിയ പാടൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ നമ്മുടെ ഋഷിരാജ് സിംഗ് പണ്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മ ഒരു സ്ത്രീയെ 14 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ കേസ് എടുക്കാൻ പറ്റുമെന്നുള്ള നിയമമുണ്ടോ? ഉണ്ട്. അതായത് ഞാനൊരു സ്ത്രീയെ 14 സെക്കൻഡ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ വകുപ്പുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോ ഞാൻ റോഡിൽ കൂടെ വണ്ടി വെറുതെ നോക്കി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നോക്കുന്നതിൽ ലൈംഗിക ചുവയോട് കൂടിയുള്ള സ്ത്രീ പറഞ്ഞാൽ സ്ത്രീ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ പോലീസിന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കല്ലേ? അതാണ് അസഭ്യ രീതിയിൽ നോക്കുക, നോട്ടം തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ്. തെളിയിക്കേണ്ട ബാധ്യത ധനുഷിനാണ്, എനിക്കാണ്. അവർക്കില്ല. ആരോപണം ഉന്നയിക്കുക എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പോലീസിന് എഫ്ഐആർ ഇട്ട് കളയും. എഫ്ഐആർ ഇടും. അതായത് ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഒരു വണ്ടി ഓടിച്ചു പോവുകയാണ്. ഇപ്പൊ ഞാൻ യദു ആണെന്ന് സങ്കല്പിക്കുക. ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നു. ഒരു സ്ത്രീ ഒരു സ്ത്രീ തെക്ക് വടക്കുന്നില്ലാതെ, നമ്മൾ ഇന്നലെ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഇവിടുത്തെ സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കുന്നതിലുള്ള ഒരു പരിചയക്കുറവാണ്. എടുത്തിട്ട് പുറത്ത് വിടും. അതുപോലെ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴേ ഞാൻ അനുഭവിക്കുന്ന കാര്യം, അതായത് റോങ് സൈഡിലൊക്കെ കയറി വന്നുള്ളൂ. അപ്പോൾ വിചാരിക്കുക ഇവർ ചെയ്യുന്ന ഒരു പരിപാടി, വലിയ വണ്ടിയിലിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ വലിയ ബസ് ഓടിക്കുന്ന ആളാണ്. അപ്പോൾ വലിയ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഇടത്തൂടെ കൊണ്ടുവന്ന് കയറ്റി തരും. ഇടത്തൂടെ കയറ്റി നമ്മൾ വെറുതെ എവിടെ നോക്കിയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് അത് മോശമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ കേസ് കൊടുത്തു. അതായത് പോലീസ് വന്നു, എന്താണ് പ്രശ്നം, ഇയാളെന്നോട് മോശമായിട്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ വണ്ടി മോശമായി പെരുമാറി. ഈ കേസിൽ തന്നെ ഇവര് ഫ്രണ്ടിലോട്ട് പോകുന്ന വണ്ടി പുറകിലിരിക്കുന്ന ഇവരെ നോക്കി കാണിച്ചെന്ന് പറയാം. ഇവര് വണ്ടിയിലിരുന്ന്. എനിക്ക് വേറൊരു ഡൗട്ട് ഉള്ളത്, നമ്മൾ പല ഉത്തരേന്ത്യൻ റീലുകളും ഞാൻ ഈ പാതരാത്രി 12 മണിക്ക് ഒന്ന് ചുരണ്ടി കാണാറുണ്ട്. ആ ഉത്തരേന്ത്യൻ റീലുകളിലൊക്കെ ഉത്തരേന്ത്യയിൽ സ്ത്രീകൾ വണ്ടി ഓടിക്കുന്ന ഒരുപാട് വീഡിയോ ഉണ്ട്. അതായത് ഒരാൾ ഫ്രണ്ടിൽ പോകും, ഉത്തരേന്ത്യയിൽ ഒരു സ്ത്രീ ഫ്രണ്ടിൽ വണ്ടിയിൽ പോകും, ആ സ്ത്രീ കല്ലി തട്ടി വീഴും. പക്ഷെ ഇയാൾ വണ്ടി നിർത്തും, ഉടനെ സ്ത്രീ ചാടി എടുത്തിട്ട് പക്ഷെ ക്യാമറ ഉള്ളത് കൊണ്ട് അയാൾ രക്ഷപ്പെടും. പക്ഷെ ഇവിടെ ക്യാമറ പോലും വെക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത്. ക്യാമറ ഉള്ള KSRTC ബസ്സിലാണെങ്കിൽ മെമ്മറി കാർഡ് കാണാൻ, മെമ്മറി കാർഡ് ഈ ഇടത്തൂടെ കൊണ്ടുവന്ന് കയറും കേട്ടോ. ഇടത്തൂടെ കൊണ്ടുവന്ന് കയറും. അപ്പൊ നമ്മൾ ഗ്ലാസ്സിൽ കൂടെ കിട്ടും, ലെഫ്റ്റ് സൈഡ് ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കിട്ടും ഇടത്തൂടെ വന്ന് വണ്ടി കൊണ്ടുവന്ന് കയറുന്നെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്ന പറയാം, നമ്മൾ പിന്നെ ഒന്നുകിൽ നമ്മൾ വേഗത കുറച്ച് കൊടുക്കും, അങ്ങ് കയറി പോട്ടെന്നായിരിക്കും. ഇല്ലെങ്കിൽ വിചാരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓവർടേക്ക് ചെയ്ത് അങ്ങ് പോകാമെന്ന് വിചാരിക്കും. നമ്മൾ പിന്നെയും കാല് കൊടുത്ത് പോവാന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ ചവിട്ടി പോവാ. ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ എന്താണെന്ന് അറിയുമോ, വീണ്ടും നമ്മുടെ ഇടത്തുകൊണ്ട് കയറ്റും. ഗ്ലാസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലേ, ലെഫ്റ്റ് സൈഡ് ഗ്ലാസ് കിട്ടാത്ത അവസ്ഥ വരും. എങ്ങനെ ഇനി നമുക്ക് ഒപ്പത്തിനൊപ്പം വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഗ്ലാസ് ഡ്രൈവർക്ക് കിട്ടത്തില്ല, നമുക്ക് കിട്ടത്തില്ല. സൈഡ് ഈ ഇരിക്കുന്ന ഡ്രൈവർക്ക് കാണാൻ പറ്റൂല. അബദ്ധവശം നമ്മൾ ഇടത്തോട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അപകടം സംഭവിക്കില്ലേ? ഇതൊക്കെ എന്നിട്ട് ഇത് അപകടം സംഭവിച്ചാൽ ഈ ഡ്രൈവർ പ്രതിയാവും. അപ്പൊ ഒരു മരണമൊക്കെ സംഭവിച്ചാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, വലിയ വകുപ്പാണ് ഇതൊക്കെ. എന്തായാലും യദു എന്ന് പറയുന്ന വ്യക്തിക്ക് ഫാൻസ് അസോസിയേഷൻ ഒന്നുമില്ല. യദുവിന്റെ പേരിൽ ആരാണ് സൈബർ ആക്രമണം നടത്തുന്നത് എന്ന് തെളിയിക്കാനും റോഷനിക്ക് സാധിച്ചിട്ടില്ല. ഇനി പൊതുജനങ്ങളാണോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണോ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണോ? അറ്റൻഷൻ കുറഞ്ഞു. ഇനിയും പേര് കേൾക്കണം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ നാട്ടുകാർ പറയണം. അതിനുള്ള സാധനമാണ്, വേറെ ഒന്നുമല്ല. നാട്ടുകാർക്ക് പിന്നെ എല്ലാവർക്കും ഇവരുടെ ഡെയിലി പോയി കമന്റ് ഇടാനല്ലേ ആൾക്കാർ ഇതൊക്കെ മറന്നു തുടങ്ങിയെന്നേ, ഇവരെയൊക്കെ മറന്നു തുടങ്ങി. അപ്പം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ശ്രമിക്കട്ടെ, എല്ലാവരും ഏറിപ്പോട്ടെ. എല്ലാവിധ ആശംസകളും നൽകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.